ഹരി ഓം. ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമുക്ക് ലക്ഷണമൊത്ത ഒരു വിഗ്രഹം കണ്ടുപിടിക്കണം. ഈ വിഗ്രഹത്തിലാണ് ദേവചൈതന്യത്തെ ആവാഹിച്ച് പച്ചപ്പന്തലിൽ കുടിയിരുത്തി 9 ദിവസങ്ങളിലായി ഏതാണ്ട് 108ഓളം പൂജകൾ, 11ഓളം ഹോമങ്ങൾ തുടങ്ങിയ വേദമന്ത്രോച്ചാരണം, നൃത്തം, നൃത്യം, വാദ്യം, നാട്യം എന്നിവയുടെ അകമ്പടിയോടുകൂടി ഭഗവതിയെ ഉപാസിക്കുന്നത്. ആകാശത്ത് ഗരുഡൻ വട്ടമിട്ടു പറന്നു കഴിഞ്ഞാൽ പിന്നെ 3 നാഴിക കൊണ്ട് വിഗ്രഹം കയ്യിൽ വന്നു ചേരുമെന്ന് ശാസ്ത്രം. ലക്ഷണം കൊണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ ശുഭലക്ഷണമായി മുന്നിലേക്ക് വന്നത് പയ്യും കിടാവുമായിരുന്നു. അപ്പോഴേ തീരുമാനിച്ചു, ലക്ഷണം കൊണ്ട് ഭഗവതി സാക്ഷാൽ മൂകാംബികാ സ്വരൂപം തന്നെ ആയിരിക്കുമെന്ന്. ഇനി ആ ഭഗവത് സ്വരൂപത്തെ തേടിയുള്ള യാത്രയാണ്. ഈ യാത്ര ചെന്ന് നിന്നത് തിരുവനന്തപുരം ചാലയിലുള്ള ദേവവിഗ്രഹങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു മെറ്റൽ മാർട്ടിലേക്കാണ്. സ്നേഹപുരസരം അമ്മ വിളിക്കുന്നത് പോലെ ചെന്ന് നിന്നത് ആ അമ്മയുടെ മുന്നിലേക്ക്. യജ്ഞസങ്കല്പം ലക്ഷ്മി നാരായണ സങ്കല്പത്തിലായതുകൊണ്ട് തന്നെ ആദ്യം കയ്യിലേക്ക് വന്നത് വെങ്കടാചലപതി, പിന്നെ മഹാലക്ഷ്മി. അവിടെ നിന്ന് അമ്മയ്ക്ക് നിവേദ്യത്തിന് ആവശ്യമായ പാത്രങ്ങൾ, ഉരുളികൾ തുടങ്ങിയവയൊക്കെ സംഭരിച്ചു. പിന്നെ അമ്മയ്ക്ക് നിവേദ്യം വയ്ക്കുന്നതിനാവശ്യമായ മറ്റു ദ്രവ്യങ്ങൾ അവയും ശേഖരിച്ചു. అన్నినీవనుసు అందరంగమున అన్నినీవనుసు అందరంగమున ദിനകാമെതകി തെളിസിക്കൊണ്ടിനയ്യ. അവയും ശേഖരിച്ച് ഇനിയുള്ള യാത്ര അമ്മയ്ക്കുള്ള ആഭരണങ്ങൾ അന്വേഷിച്ചാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന സ്വർണ പണിക്കാരിൽ ഒരാളാണ് ഈ കാണുന്ന ഗണേശ് ജ്വല്ലറി. അവിടെ നിന്ന് അമ്മയ്ക്ക് വജ്രക്കല്ലും, മൂക്കുത്തിയും, മാലയും, താലിയും. താലി എടുക്കുന്ന സമയത്ത് ഒന്ന് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്, തുളസി ഇലയും ശിവലിംഗവും ചേർന്ന താലി. ആ താലിയും കിട്ടി. അമ്മയ്ക്ക് ഓരോ ദിവസം അണിയാനുള്ള ആഭരണങ്ങളും എടുത്ത്
നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുതേ ഗിരിവരവിന്ധ്യ ശിരോദിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുതേ. അവിടെ നിന്ന് നേരെ പോയത് ഇല്ലേ മധുര മീനാക്ഷിയും കാഞ്ചി കാമാക്ഷിയും കാമകോടി പീഠനിവാസിനിയുമായ ഭഗവതിക്കുള്ള പട്ടുവസ്ത്രങ്ങൾ വാങ്ങാനാണ്. ഈ കാണുന്നതൊക്കെ ഭഗവതിക്ക് വേണ്ടി ഏതെടുത്താലും പോരാ 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 എന്ന മനസ്സോടുകൂടി ഇങ്ങനെ പട്ടുവസ്ത്രങ്ങൾ നീലയും പച്ചയും ചുവപ്പും ഒക്കെയായി ഇങ്ങനെ പട്ടുവസ്ത്രങ്ങളുടെ ഒരു മാളികയിലാണ് ചെന്നെത്തിയത്. ഈ എടുത്തിരിക്കുന്നത് മാമ്പഴ മഞ്ഞയാണ്. ആദ്യത്തെ ദിവസം ഭഗവതിക്ക് ഭദ്രദീപത്തിന് ഉടുക്കാനുള്ള വസ്ത്രമാണിത്. ഇതിനോടൊപ്പം മാങ്ങാമാല, വൈരക്കല്ലുമാല, മുത്തും പവിഴവും ചേർന്ന മാല, ഇളക്കത്താലി, സൂര്യപ്രഭ, ചന്ദ്രപ്രഭ തുടങ്ങിയ സർവ അലങ്കാരങ്ങൾ, പിന്നെ കൈ നിറയെ അണിയാൻ വളകൾ, ഇതെല്ലാം കൂടിയാകുമ്പോ അമ്മ ശ്രീചക്രരാജസിംഹാസനേശ്വരി ശ്രീലളിതാംബികയേ ഭുവനേശ്വരി എന്ന് പറയുന്നത് പോലെ അമ്മ അതിസുന്ദരിയാകും. പിന്നെ ഈ കാണുന്ന പച്ച എന്ന് പറയാൻ വയ്യ, ഒരു അക്വമറിൻ ഗ്രീൻ. ഇത് ഭഗവതിക്ക് ശിവപാർവതി സ്വയംവരത്തിനുള്ളതാണ്. പിന്നെ കാണുന്ന നീല അവസാനത്തെ ദിവസം പുഷ്പാഭിഷേകത്തിനും. ഇത് കൂടാതെ നിരവധി ആടയാഭരണങ്ങളും നിരവധി അലങ്കാരങ്ങളും നിറയെ കുപ്പിവളകളും സിന്ദൂരവും കൺമഷിയും പൊട്ടും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഈ യാത്ര എങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള ദ്രവ്യങ്ങൾ ഓരോന്നോരോന്നോരോന്നായി ശേഖരിക്കാം. ഇതിലെ കാഴ്ചകളും കാണാം.